ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞങ്ങൾ ഇവിടെ കാനഡയിലാണ്. കാനഡയിൽ ഇപ്പോൾ സമ്മർ വെക്കേഷൻ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ സമ്മറായിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകണ്ടേ? അത് കാരണം ഞങ്ങൾ എല്ലാവരും കൂടി ജാസ്പറിലേക്ക് പോവുകയാണ്. All set to go. Oh, let's go. അപ്പൊ ഞങ്ങളൊരു ലേക്കിലാണ്. അതിന്റെ പേര് ഞാൻ പിന്നെ പറഞ്ഞുതരാം, ഓർമ്മയില്ല കേട്ടോ. ഇതാ പോകുന്ന വഴിക്ക്, ജാസ്പറിൽ പോകുന്ന വഴിക്ക് റിവർ സോറി ഇങ്ങനെ സോറി റിവർ. അത് കാരണല്ലേ ഒഴുകിക്കൊണ്ടിരിക്കണ. പപ്പ നോക്കിട്ട് ഇരിക്കല്ലേ ഇരിക്കില്ലേ, വെള്ളത്തിലേക്ക് പോരുത്. ഷൂ ആണ് തുങ്കു. ഇരിക്കരുത്, ഞാൻ പറഞ്ഞു. കെട്ടി മറിഞ്ഞ് വീഴരുത്. പിടിക്കണ്ട, അവിടെ പിടിക്കണ്ട. ഇവിടെ ഉറപ്പാ? മമ്മ വന്നു, കുട്ടി കുരുന്നാപ്പി മമ്മ വന്നു. ഏട്ട വരുന്നുണ്ട് തന്നെ. ഇരിക്കല്ലേ കിച്ചു. ചെളി ഓൾറെഡി പാന്റിൽ മൊത്തമായിണ്ട്. രസമുണ്ടല്ലേ? കണ്ട നമ്മുടെ നാട്ടിലേക്ക് പോലത്തെ തോട്. ചെളിയുള്ള റിവർ കാണാൻ കിട്ടില്ല ഇങ്ങനെ മണ്ണ്. അടിച്ചു നോക്കാം. പോകുന്ന വഴിക്ക് സ്ക്വിറലിനെ കണ്ടിട്ട് രണ്ടാളും കൂടിയിട്ട് സ്ക്വിറലിനെ പിടിക്കാൻ പോയതാണ്. സ്ക്വിറലിനെ കിട്ടിയോ? നോ. അപ്പൊ ഞങ്ങള് ആ ലേക്കൊക്കെ കഴിഞ്ഞ് കുറച്ചിങ്ങനെ ദൂരെ വന്ന് വിശന്നു. ഇപ്പൊ ഇത്രയും സമയം 2 മണിയായി, അല്ല 2:45. അപ്പൊ ഒരു സ്ഥലത്ത് നിർത്തി ഞങ്ങൾ ബിരിയാണിയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒരു സ്ഥലം കണ്ടപ്പോഴ്, ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സ്കൂളിന്റെ പ്ലേ ഗ്രൗണ്ടാണ്. ഞങ്ങളിതാ ബിരിയാണി കഴിച്ചുകൊണ്ടിരിക്കുന്നു. അതിന്റെ കൂടെ ഫൂസ്ബോൾ അതും കൂടി എടുത്തിട്ടുണ്ടായിരുന്നു, നമുക്ക് ടൈം പാസിന് വേണ്ടിയിട്ട്. രസമല്ലേ? അപ്പം ഇതാ ഞങ്ങൾ ഫുഡും കഴിച്ച് ഇങ്ങനെ കാറ്റും കൊണ്ട് ഇങ്ങനെ ചില്ല് ചെയ്തിരിക്കുകയാണ്. പതുക്കെ ഇനി ജാസ്പറിലേക്ക് പോവാം. ജാസ്പർ എത്തല്ല, ഇന്ന് ഹിൻടൺ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഞങ്ങൾ സ്റ്റേ. അപ്പോൾ അവിടെ സ്റ്റേ ചെയ്ത് പിന്നെ നാളെയാണ് ജാസ്പറിൽ പോവാൻ പ്ലാൻ. അപ്പോൾ പ്ലാൻ അക്കോർഡിംഗ്ലി ഒന്നുമല്ല, ഞങ്ങൾ ആ സമയത്ത് എന്താണോ തോന്നാറ് അതാണ് ചെയ്യാറ്. സോ അങ്ങനെയാണ് ഇപ്പോഴത്തെ പ്ലാൻ. ഓ, അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അടുത്ത സ്ഥലത്തെത്തി. ഇവിടെ ഒരു പാർക്കുണ്ട്, റോഡിൽ കണ്ടൊരു പാർക്കാണ്, നല്ല ബ്യൂട്ടിഫുൾ ഒരു സ്ഥലം. ഇവിടെ ഒരു പാർക്ക്, ഇങ്ങനെ ട്രെയിൽസൊക്കെ ആയിട്ട്. ഇവിടെ ഒരു റിവറും, അല്ല ലേക്ക്, റിവറല്ല ലേക്കാണ്. അവരൊക്കെ താഴെ എത്തി. അതിങ്ങനെ കാട്ടിലേക്ക് കൂടെ പോവാൻ ഒരു രസം. ഞങ്ങളിവിടെ വുഡ്സിന്റെ ഇടയിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എവിടെയാ മമ്മ? ഓ, എന്തോ സാധനം ഉണ്ട്, സ്പെഷ്യൽ സാധനം, ബ്ലാക്സ് കോൺ പോലെ. മമ്മ, ലെറ്റ്സ് ഗോ ബാക്ക്. ലെറ്റ്സ് ഗോ ഫ്രം ദിസ് വുഡ്സ്. ഞങ്ങൾ ട്രെക്കിംഗ് ആണ്. ഈ ഇതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ കാടിൻ്റെ ഉള്ളിൽ കൂടെ വന്നതാണ്.
വഴിയൊന്നുമില്ലാത്ത സ്ഥലമാണ്. ഇവിടെ ഒരു കുർനാപ്പി ഉണ്ട്, വേറെ കുർനാപ്പി, അവിടെ കുർനാപ്പി മമ്മ. Let's go. Time to go back. I want the sheep. Some people will even think it's not real. Yeah, some people. ആൾക്കാർ വരുന്നുണ്ട്. തുങ്കു അറിയില്ല. I think we should go. തുങ്കു. Come on. അങ്ങനെ ഞങ്ങൾ അടുത്ത സ്പോട്ടിലെത്തി. ഇതാണ് ഒബെഡ് എന്നാണ് തോന്നുന്നു, OBED അല്ലേ, ഒബെഡ് ലേക്ക് പ്രൊവിൻഷ്യൽ പാർക്കാണ്. നമ്മൾ അടുത്ത സ്ഥലത്തെത്തിയാണ്. ഇവിടെ ബോട്ടിങ്ങിനൊക്കെ ഭയങ്കര രസമാണ് കേട്ടോ. ഇനി ബോട്ട് വാങ്ങണം തോന്നി. ഇങ്ങനെ പലതരത്തിലുള്ള ബോട്ടുകളുണ്ട്. കുറച്ച് പേര് ബോട്ടിൽ കയറുന്നുണ്ട്, ബോട്ടിൽ നിന്ന് വന്നിറക്കി മീൻ പിടിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ രാവിലെ ഇറങ്ങിയിട്ട് ഈവനിങ് ആയപ്പോഴാണ് ഞങ്ങളുടെ റൂമിലേക്ക് ഒന്ന് എത്തിപ്പെട്ടത്. കാരണം കാണുന്ന വഴിയിലൊക്കെ ഞങ്ങൾ നിർത്തിയിട്ടുണ്ടായിരുന്നു, ലേക്കിലും റിവറിലും ട്രെയിൽസിലും ഒക്കെ ആയിട്ട്. പക്ഷേ അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. പക്ഷെ അതേപോലെ തന്നെ ടയേർഡ് ആവുകയും ചെയ്തു കേട്ടോ. Did we arrive? Now. Yes. Did we arrive? Yes, we did. Yay! We arrived! We are here. Finally! Finally. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി. And Ali. ഇനി എന്താണ് പരിപാടി? ഇവിടെ ജസ്റ്റ് 6:30 ആയിട്ടുള്ളൂ. പക്ഷെ ഞങ്ങൾ വലിയൊരു അടിപൊളി ട്രിപ്പാണ്. കഴിഞ്ഞിട്ടില്ല. ഇവിടെ സ്വിമ്മിംഗ് പൂളൊക്കെ ഉണ്ട്. എത്ര മണി വരെയാന്ന് അറിയില്ല. എന്താ പരിപാടി നമുക്ക് നോക്കാം. ഒന്ന് വന്ന് സെറ്റായി, എല്ലാരും കുറച്ച് ടയേർഡായി. എന്നിട്ട് ഒന്ന് റെസ്റ്റ് ഒക്കെ എടുത്ത് പതുക്കെ പോവാം. I mean, basically. നൈസ് എന്നൊക്കെ പറയുന്നുണ്ട്. നോക്കാം. ഓക്കെ തുങ്കു, ലീവ് ഇറ്റ്. തുങ്കു ഗോ ഇൻസൈഡ്. ഷൂസ് അയക്കണ്ട. ഇറ്റ്സ് ഓക്കെ. ഇതാണ് നമ്മുടെ റൂം. മമ്മ നൈസാണോ മമ്മ? ഓ, ആക്ച്വലി നമ്മുടെ കാർ ഇവിടെ കൊണ്ടുവന്ന് വെക്കാം അല്ലേ? ദാറ്റ് വിൽ ബി ഈവൻ നൈസർ. അതെ, ആക്ച്വലി ചാടാൻ പറ്റും. തുങ്കുനെ വിടാൻ പറ്റും. തുങ്കുനെ എന്തെങ്കിലും എടുക്കാൻ വിടാം അതിൻ്റെ അടിയിൽ കൂടെ. അപ്പോ ഇതാണ് റൂം. Oh, it's only. റൂമിൽ എത്തിയ ഉടനെ ഒട്ടും ടൈം വേസ്റ്റ് ചെയ്യാതെ ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിലേക്ക് പോയി. കാരണം 10 o'clock അത് ക്ലോസ് ചെയ്യുമായിരുന്നു. അതുകൊണ്ട് തന്നെ ടയേർഡ് ആയിരുന്നെങ്കിലും മാക്സിമം ഞങ്ങൾ അർമാദിച്ചു. പക്ഷെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വിശന്നു, നന്നായി ഫുഡും കഴിച്ച് കിടന്നുറങ്ങി. അപ്പോൾ ബാക്കി വിശേഷം നമ്മൾ അടുത്ത എപ്പിസോഡിൽ Day 2. ഓക്കെ, ബൈ.